ഹലോ എവരി വൺ, വെൽക്കം ടു തോബൻഷൻ ആൻഡ് ടീം യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ദ കാൻറ്റർബറി ടെയിൽസ് എന്ന് പറഞ്ഞ ചോസറിൻ്റെ പോയത്തിലെ മോങ്ക് എന്ന ക്യാരക്ടറിനെയാണ് നോക്കാൻ പോകുന്നത്. മോങ്കിനെ പറ്റി പറയുകയാണെങ്കിൽ മോങ്ക് ഒരു മൊണാസ്ട്രിയിൽ താമസിക്കുന്ന ഒരാളാണ്. ആൾ ഒരു മൊണാസ്ട്രിയിൽ താമസിക്കുമ്പോൾ ആളവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മതപരമായ നിയമങ്ങളൊക്കെ പാലിച്ച് ഒരു സ്ട്രിക്റ്റ് ആയിട്ടൊരു റിലീജിയസ് ലൈഫ് ലീഡ് ചെയ്യേണ്ട ഒരാളാണ്. ആൾ ദാരിദ്ര്യത്തിൽ ജീവിക്കണം, എല്ലാവരെയും അനുസരിക്കാം, നിശബ്ദനായി ജീവിക്കാം, അങ്ങനെയൊക്കെ പ്രതിജ്ഞ എടുത്ത് ജീവിക്കേണ്ട ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റിലീജിയസ് ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യേണ്ട ഒരാളാണ് മോങ്ക് എന്ന ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണൊരു മോങ്ക്. ഇനി പക്ഷേ അങ്ങനത്തെ ഒരാളാണ് മോങ്ക്. പക്ഷെ മോങ്ക് പ്രയറും സ്റ്റഡിയും അല്ല ഇവിടുത്തെ കാൻറ്റർബറി ടെയിൽസിലെ ക്യാരക്ടറായ മോങ്ക് ശരിക്കും ഒരു ലക്ഷറി ഒരു ലൈഫ് സ്റ്റൈലാണ് ആൾ ലീഡ് ചെയ്യുന്നത്. ആൾ പ്രാർത്ഥന, പഠനം അതൊന്നുമല്ല. ആൾക്ക് ഹണ്ട് ചെയ്ത് ആനിമൽസിനെ ഹണ്ടിങ്ങിന് പോകണം. പിന്നെ എക്സ്പെൻസീവായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് ഈ മോങ്ക് ചെയ്യുന്നത്. ഫാൻസി ക്ലോത്ത്സ് ധരിക്കും അദ്ദേഹം, എക്സ്പെൻസീവായിട്ടുള്ള ഭക്ഷണം മാത്രമേ കഴിക്കുകയുള്ളൂ, എക്സ്പെൻസീവായിട്ടുള്ള വൈനും ആൾ കുടിക്കും. ആൾ ലക്ഷറി ലൈഫ് സ്റ്റൈലാണ് ആൾ ലീഡ് ചെയ്യുന്നത്. പക്ഷേ ആൾ ശരിക്കും എങ്ങനത്തെ ലൈഫാണ് ലീഡ് ചെയ്യേണ്ടത്, അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ലൈഫ് സ്റ്റൈലാണ് ആൾ ലീഡ് ചെയ്യുന്നത്. പിന്നെ മോങ്കിനെ പറ്റി പറയുകയാണെങ്കിൽ മോങ്ക് ഇവിടെ പറയുന്നത് ഒരു ലോങ് ലിസ്റ്റ് ഓഫ് റിയലി സാഡ് ആൻഡ് ഡിപ്രസിങ് സ്റ്റോറിയാണ് ആൾ പറയുന്നത്. അതായത് ഒരു പവർഫുള്ളായിട്ടുള്ള രാജാവിന് അവസാനം എത്തുമ്പോൾ എല്ലാം നഷ്ടപ്പെടുന്നു. അങ്ങനത്തെ ഒരു കാര്യമാണ് മോങ്ക് ഇവിടെ പറയുന്നത്. ഈ ഒരു ഇത് കേട്ടപ്പോൾ ചില ആളുകൾക്ക് അത് ബോറിംഗ് ആയിട്ട് തോന്നി. വേറെ നൈറ്റ് എന്ന് പറയുന്നൊരു ക്യാരക്ടറിന് ആളുടെ ഗുഡായിട്ടുള്ള ഹാർട്ടായതുകൊണ്ട് ആളുടെ ഹാർട്ട് മെൽറ്റ് ചെയ്യണ പോലെ, അതായത് പാവം തോന്നി. പക്ഷെ ഇൻകീപ്പർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ കോട്ടുവായിട്ടാണ് ചെയ്തത് ആളുടെ കാര്യങ്ങൾ കേട്ടപ്പോൾ. ഇനി മോങ്ക് എന്ന ക്യാരക്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ ആൾക്ക് കംഫർട്ടും ലക്ഷറി ലൈഫ് സ്റ്റൈലാണ് ആൾക്ക് വേണ്ടത്. ആൾക്ക് കംഫർട്ടായിട്ടൊരു ലൈഫാണ് വേണ്ടത്. പിന്നെ ഹണ്ടിങ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട്. പിന്നെ മൊണാസ്ട്രി നിയമങ്ങളൊന്നും ആൾ പാലിക്കുന്നില്ല, അതൊന്നും പാലിക്കാത്ത ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. പിന്നെ ഈ പുള്ളീനെ പറ്റി പറയുകയാണെങ്കിൽ വെൽ ഗ്രൂംഡ് ആൻഡ് ഹെൽത്തിയാണ്. അതായത് ഈ പുള്ളി കഷണ്ടിയാണെന്നാണ് പറയുന്നത്. പിന്നെ ഒരു ഷൈനി ഫേസാണുള്ളത്. ഷോയിങ് ഈസ് ലവ് ഫോർ കംഫർട്ട്. ആളെപ്പോഴും കംഫർട്ടായിട്ടൊരു ജീവിതമാണ് ആൾക്ക് വേണ്ടത്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വെൽ ഗ്രൂം ആൻഡ് ഹെൽത്തി എന്ന് പറഞ്ഞാൽ നന്നായി ഫുഡ് കഴിക്കുന്ന ടൈപ്പാണ്. ടെല്ലർ ഓഫ് ട്രാജിക് സ്റ്റോറീസ്, ദുരന്ത കഥകളാണ് ആ പുള്ളി പറയുക. അതായത് എന്ത് കഥ പറഞ്ഞാലും അത് അവസാനം സാഡായിട്ടാണ് അത് അവസാനിക്കുക. ഈ ചോസറിന് മോങ്ക് എന്ന ക്യാരക്ടറിനെ പറ്റി പറയാനുള്ളത്, മോങ്ക് സുഖങ്ങൾ മാത്രം എൻജോയ് ചെയ്യുന്ന ആളാണ്. റിലീജിയസ് ഡ്യൂട്ടി ഒന്നും അദ്ദേഹം പെർഫോം ചെയ്യില്ല. സുഖം എവിടെയാണ്, ആ സുഖത്തിൻ്റെ സൈഡിലേക്ക് മാത്രമേ അദ്ദേഹം പോവുള്ളൂ. ഇനി മോങ്ക് ഒരു റിലീജിയസ് ഫിഗർ ആയിട്ടല്ല ഇവിടെ കാണിക്കുന്നത്. ലൈഫിൻ്റെ പ്ലഷർ മാത്രമേ ഇവിടെ ആസ്വദിക്കുന്നുള്ളൂ. പ്രയറും പ്രാർത്ഥനാപരമായ ജീവിതത്തിന് പകരം മോങ്ക് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഹണ്ടിങ്, കംഫർട്ട്, എൻജോയ്മെൻറ്റ് അതൊക്കെയാണ്. അപ്പോൾ മോങ്കിൻ്റെ ക്യാരക്ടർ ഇവിടെ ഒരു ഹ്യൂമറാണ് കൊണ്ടുവരുന്നത്. ഈ കാൻറ്റർബറി ടെയിൽസ് ഒരു ഹ്യൂമർ കൊണ്ടുവരുന്നു. കാരണം വൈൽ ഓൾസോ ഷോയിങ് ചോസേഴ്സ് ക്രിറ്റിസിസം ഓഫ് ദ ക്ലർജി. ഓക്കെ.